Okay, welcome back. Now 57. The volume of the largest possible right circular cylinder that can be inscribed in a sphere of radius root 3. ഒരു സ്ഫിയർ ഉണ്ട്, അതിനുള്ളിലൊരു സിലിണ്ടർ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. ചോദ്യം ക്ലിയർ ആണോ? Volume of the largest possible right circular cylinder that can be inscribed in a sphere of radius root 3. Radius root 3 ആണ്. അപ്പോൾ സ്ഫിയർ ഫിക്സ്ഡ് ആണ്. ആരാ മാറുന്നത്? സിലിണ്ടർ ആണ് മാറുന്നത്. വോള്യൂം ഓഫ് ദി ലാർജസ്റ്റ് പോസിബിൾ, അപ്പോൾ വി ആണ് മാക്സിമം ചെയ്യേണ്ടത്. അപ്പം സിലിണ്ടറിൻ്റെ റേഡിയസ് എക്സും ഹൈറ്റ് വൈ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ വാട്ട് ഈസ് ദ വോള്യൂം ഓഫ് ദ സിലിണ്ടർ? പൈ എക്സ് സ്ക്വയർ വൈ. നമ്മുടെ ആഗ്രഹം വോള്യൂം ഓഫ് ദ സിലിണ്ടർ ടു ബി മാക്സിമൈസ്ഡ്. അപ്പോൾ നമ്മൾ ആഗ്രഹം എന്താ? വി ടു മാക്സ്. വി ടു മാക്സ് എന്നാൽ വി ഹാസ് ടു ബി മാക്സിമൈസ്ഡ്. എന്താ കൺസ്ട്രെയിൻസ്? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ സിലിണ്ടർ, ഏത് സ്ഫിയർ ഫിക്സ്ഡ് ആണ്. സ്ഫിയർ ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞാൽ വോള്യൂം, ആ സിലിണ്ടറിൻ്റെ വോള്യൂം ഫിക്സ്ഡ് ആണ്. വോള്യൂം ഓഫ് ദ ലാർജസ്റ്റ് സിലിണ്ടർ കൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ സ്ഫിയർ ഓഫ് റേഡിയസ് ആർ. റേഡിയസ് ആർ ആണ്. ഇത് ഫിക്സ്ഡ് ആണ്. റേഡിയസ് റൂട്ട് 3. റേഡിയസ് റൂട്ട് 3 ആണ്. ഇത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഇത് ഫിക്സ്ഡ് ആണെങ്കിൽ നോക്കൂ, ഈ ബന്ധം കണ്ടൂടെ? ഇത് എത്രയായിരിക്കും? ഇത് y/2 ആണ്. ഇത് x/x ആണ്. വാട്ട് ഇസ് ദ റിലേഷൻ കണക്റ്റിംഗ് എക്സ്, വൈ ആൻഡ് റൂട്ട് 3? അതെപ്പോഴും കണക്ഷൻ ഉണ്ടാവില്ലേ? കാരണം വൈ ആണ് മാക്സിമൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ രണ്ട് വേരിയബിൾ ഉണ്ടാവാൻ പാടില്ല, ഒറ്റ വേരിയബിളേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഒന്നുകിൽ എക്സിനെ വൈയുടെ ടേമിൽ എഴുതുക, അല്ലെങ്കിൽ വൈനെ എക്സിൻ്റെ ടേമിൽ എഴുതുക. അപ്പോൾ നല്ല എന്താ, ഇതൊന്നൊരു സാധനം കിട്ടും. എന്താ കിട്ടുക? 3 = പൈതഗോറസ് തിയറം. ഇറ്റ് ഈസ് y²/4 + x². അല്ലേ? ആ സാധനം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വാട്ട് ഈസ് വി? is pi y into x² പകരം എന്ത് എഴുതാം? 3 - y²/4. അപ്പോൾ ഒറ്റ വേരിയബിളായി. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3y - y³/4 അങ്ങനെ എഴുതാം. നൗ വാട്ട് ഈസ് dv/dy? ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. dv/dy എന്താ? pi into 3 - 3y²/4 അല്ലേ? അപ്പോൾ dv/dy ഇത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ട. അപ്പോൾ dv/dy 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് വൈയുടെ വാല്യൂ കാണുക. വാട്ട്സ് ദ വാല്യൂ ഓഫ് y? dv/dy 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്താ? y²/4. 3y²/4 ആണ് 3. അപ്പോൾ വൈയുടെ വാല്യൂ +or-2. -2 എടുക്കണ്ട, +2 എടുത്താൽ മതി. +or-2 ആണ്, കാരണം y ഒരിക്കലും നെഗറ്റീവ് ആവില്ല. y = 2. അപ്പോൾ ഇതിൽ ഡബിൾ ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ y = 2 കൊടുത്താൽ എന്താ കിട്ടുക? ലാർജസ്റ്റ് പോസിബിൾ. y ഡബിൾ ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് തന്നെ വരിക. അപ്പം ഡബിൾ ഡെറിവേറ്റീവ് ഓഫ് ദിസ് വി അറ്റ് y = എന്തായിരിക്കും? <0 ആയിരിക്കും. അത് നോക്കണ്ട, കാരണം അത് എൻട്രൻസിന് വെറുതെ സമയം കളയാനുള്ള പരിപാടിയാണ്, അത് വേണ്ട. y = 2 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ? 3 = 1 + x². അപ്പോൾ x²ൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ √2 ആണ്. എന്താ ചോദ്യം? ദെൻ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ? വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ? v = pi into what is the value of x? എക്സിൻ്റെ വാല്യൂ √2 ആണ്. അപ്പോൾ x²ൻ്റെ വാല്യൂ 2 ആണ്. വൈയുടെ വാല്യൂ 2 ആണ്. വാട്ട്സ് ദ ആൻസർ? 4 pi. അപ്പോൾ v = 4 pi. C is answer. Question number 58. Distance from the origin to the normal drawn at any point to the circle is. Normal from the origin to a normal drawn at any point on the circle. On the curve. Circle അല്ല, curve. ആ curve parametric coordinate ആണ് തന്നിട്ടുള്ളത്. x = a into cos θ plus theta sin θ. y = a into sin θ minus theta cos theta. Curve is given in terms of parametric coordinates. Parameter ആണ്.
അപ്പം വാട്ട് ഈസ് ദ ഇക്വേഷൻ ടു ദ നോർമൽ? ഈ പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന നോർമൽ ഇക്വേഷൻ ഒരു കർവാണ്, അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇൻ ടേംസ് ഓഫ് തീറ്റ. വാട്ട് ഇസ് ദ ഇക്വേഷൻ ടു എ നോർമൽ? y മൈനസ് y1. നോർമൽ എന്ന് പറഞ്ഞാൽ ഒരു ലൈനാണല്ലോ. വാട്ട് ഇസ് ദ ഇക്വേഷൻ ടു എ ലൈൻ? y മൈനസ് y1 ഈക്വൽസ് m ഇൻറ്റു x മൈനസ് x1. ആ പാട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ y മൈനസ് y1 ഇറ്റ് ഇസ് a ഇൻറ്റു സൈൻ തീറ്റ മൈനസ് തീറ്റ കോസ് തീറ്റ is equal to m into x minus a into cos theta plus theta sin theta, where m is the slope of the normal. Slope of the normal കാണാൻ ശ്രദ്ധിക്കണം. What is the slope of the normal? ടാൻജൻ്റ് സ്ലോപ്പ് കണ്ടിട്ട് നെഗറ്റീവ് റെസിപ്രോക്കൽ എടുക്കണം. അതാണ് സ്ലോപ്പ് ഓഫ് നോർമൽ. അപ്പോൾ ആദ്യം ടാൻജൻ്റ് സ്ലോപ്പ് എങ്ങനെയാണ് കാണുക? dy by dx കാണണം. അപ്പോൾ ഇത് സ്ലോപ്പ് ഓഫ് നോർമൽ ആണ്. ദിസ് ഇസ് സ്ലോപ്പ് ഓഫ് നോർമൽ. സ്ലോപ്പ് ഓഫ് നോർമൽ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ ടു നോർമൽ കാണണം. അല്ല, വാട്ട് ഇസ് സ്ലോപ്പ് ഓഫ് നോർമൽ? സ്ലോപ്പ് ഓഫ് നോർമൽ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടാൻജൻ്റെ സ്ലോപ്പ് കാണണം. ടാൻജൻ്റെ സ്ലോപ്പ് എന്താണോ അതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയില്ലേ സ്ലോപ്പ് ഓഫ് നോർമൽ അല്ലേ? വാട്ട് ഇസ് ടാൻജൻറ്റ് സ്ലോപ്പ്? dy by dx. വാട്ട് ഇസ് dy by dx? നോക്കാം. ഇതിൽ dy by dx കാണും. വാട്ട് ഇസ് dy by dx? dy by dx വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം dy by dx എന്താ? dy by d theta by dx by d theta ആണ്. Because it is parametric coordinates. ഇനി വാട്ട് ഇസ് dy by d theta? ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. a ഇൻറ്റു ശ്രദ്ധിക്കണേ, a ഇൻറ്റു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ മൈനസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. അത് പ്രോഡക്റ്റ് റൂളാണ് നമ്മൾ ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഞാൻ ഇതാ സിംപ്ലിഫൈ ആണ്. ഇറ്റ് ഇസ് എ ഇൻറ്റു കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ പ്ലസ് തീറ്റ സൈൻ തീറ്റ. ഇറ്റ് ഇസ് തീറ്റ കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. സാധാരണ പ്രോഡക്റ്റ് റൂളാണ് നമ്മൾ ചെയ്യുന്നത്. അതൊന്നുകൂടി പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ കോസ് തീറ്റ സൈൻ തീറ്റ ക്യാൻസൽ ആവും. തീറ്റ കളയും. But you will be getting the value as dy by dx as tan theta or sin theta by cos theta. Is that clear to you? But dy by dx of this curve is tan theta or sin theta by cos theta. But ഇത് slope of tangent ആണ്. ഇത് slope of tangent ആണ്. At any point, say theta. അപ്പോൾ ഇത് slope of tangent ആണ്. അപ്പോൾ what will be slope of normal? അതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ. അപ്പോൾ എമ്മിന് പകരം എന്താ നിങ്ങൾ എഴുതുക? ഒന്ന് പറയൂ. ഈ എമ്മിന് പകരം എന്താ എഴുതുക? ഇതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കലാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. മനസ്സിലായോ? മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എഴുതിയാൽ മനസ്സിലായോ എല്ലാവർക്കും? റൈറ്റ്. ഇനി ഇത് സിംപ്ലിഫൈ ആണ് നോക്കോളൂ. യു ആർ സിംപ്ലിഫൈങ് ഇറ്റ്. നോക്കൂ, വൈ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് എ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് എ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ആണ് മൈനസ് എക്സ് കോസ് തീറ്റ പ്ലസ് എ കോസ് സ്ക്വയർ തീറ്റ. യു ആർ മൾട്ടിപ്ലൈങ് ദിസ് പ്ലസ് തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ. ഈ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം ശ്രദ്ധിച്ച് എഴുതിയാൽ മതി. അപ്പോൾ എ തീറ്റ ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോവും. എ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ വെട്ടിപ്പോവും. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇതിനെ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്ത് കിട്ടും? എ എക്സ് കോസ് തീറ്റ പ്ലസ് വൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. Which is nothing but x cos theta plus y sin theta equals a. ഇത് നോർമൽ ഫോം ഓഫ് എ ലൈൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ലൈനിലെ നോർമൽ ഫോം ഓഫ് എ ലൈൻ. ഈ ലൈൻ ഇങ്ങനെയല്ലേ? ഈ ദൂരം എ ആയിരിക്കും. അപ്പം ഈ ലൈൻ ഓൾവേസ് അറ്റ് എ ഡിസ്റ്റൻസ് എ യൂണിറ്റ് ഫ്രം ദ ഒറിജിൻ ആയിരിക്കും. മനസ്സിലുണ്ടോ? അപ്പം ഈ പാരാമെട്രിക് കോർഡിനേറ്റ്സ് ആയിട്ടുള്ള കർവിലെ normal at any point on that curve will be at a constant distance from the origin, because this is standard equation to a line in the perpendicular form where a is a
perpendicular distance from the origin. അപ്പോൾ ആൻസർ ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ആൻഡ് ദറ്റ് കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസ് ഇസ് എ ആണ് ഡിസ്റ്റൻസ്. കണ്ടോ ഇവിടെ എ ആണ്, പി ആണ് പണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ പഠിച്ച പി ആണ്, ഇവിടെ ആ പിയുടെ സ്ഥാനത്ത് എ ആണ്. അപ്പോൾ ആൻസർ ഇസ് എ. Now go to question number 59. The slope of the tangent to the curve at a point 2 minus 1. 2 minus 1. തന്നിട്ടുണ്ട് എക്സിൻ്റെ വാല്യൂ രണ്ടും പാരാമെട്രിക് കോർഡിനേറ്റ്സ് ആണ്. ടി സ്ക്വയർ പ്ലസ് 3t പ്ലസ് മൈനസ് 8. ടി സ്ക്വയർ പ്ലസ് 3t മൈനസ് 8. വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് 2t സ്ക്വയർ മൈനസ് 2t മൈനസ് 5. You know slope of tangent is dy by dx. But dy by dx കണ്ടാൽ മതി. What is dy by dx here with respect to t അല്ലേ, parametric coordinates അല്ലേ, അപ്പോൾ dy by dt by dx by dt. It is dy by dt by dx by dt. Now what is dy by dt? ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 4t minus 2 dx by dt. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. It is 2t plus 3. ആണ് സ്ലോപ്പ്. Is it okay? Right. അപ്പോൾ ആക്ച്വലി ചെയ്യേണ്ടത് dy by dxൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് t ആണ്. dy by dxൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് t ആണ്. സ്ലോപ്പ് ഇസ് dy by dx at that point. At that point എന്ന് പറഞ്ഞാൽ at x equals to y equals minus 1. ഈ എക്സ് ഈക്വൽസ് ടു വൈ ഈക്വൽസ് മൈനസ് 1 കൊടുക്കുമ്പോഴുള്ള dy by dxൻ്റെ വാല്യൂ ആണ് സ്ലോപ്പ്. അപ്പോൾ ഇവിടെ ടിയുടെ വാല്യൂ ടീനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇത് എക്സിൻ്റെ ടേമിലാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ ഇവിടെ എക്സിൻ്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ മൈനസ് 1. ഇവിടെ എക്സും എക്സിലല്ലല്ലോ dy by dx. dy by dx ടിയുടെ ടേമിലല്ലേ, മനസ്സിലായോ? അപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ dy by dx at 2 minus 1 കാണുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഈ എക്സ് 2 ആകുമ്പം എന്താ വരിക? സപ്പോസ് എക്സ് ഇസ് 2, എക്സ് 2 ആകുമ്പം ടിയുടെ വാല്യൂ എന്താ? ടി സ്ക്വയർ പ്ലസ് 3t മൈനസ് 8 2 ആവും. വൈ മൈനസ് 1 ആകുമ്പം ഇതിൻ്റെ വാല്യൂ എന്താവും? 2t സ്ക്വയർ മൈനസ് 2t മൈനസ് 5 മൈനസ് 1 ആവും അല്ലേ? എക്സ് 2 ആകുമ്പം ഇത് 2 ആവും, വൈ മൈനസ് 1 ആകുമ്പോൾ ഇത് മൈനസ് 1 ആവും. അപ്പോൾ ഇത് 2 ആകുമ്പം എക്സിൻ്റെ വാല്യൂ എന്താ? ടിയുടെ വാല്യൂ എന്താ? ടി സ്ക്വയർ പ്ലസ് 3t മൈനസ് 6 is equal to 0 അല്ലേ? അപ്പം can you visualize it? t square plus 3t minus 6. t square plus 3t, എക്സിൻ്റെ വാല്യൂ 2 ആണ്, എക്സിൻ്റെ വാല്യൂ 2 വൈയുടെ വാല്യൂ മൈനസ് 1 ആണ്. ടി സ്ക്വയർ പ്ലസ് 3t മൈനസ് 8 is equal to 2. ഇവിടെ 2 ആകുമ്പം ഈ 2 ഇങ്ങോട്ട് എടുത്താൽ 10 ആണ് വരും. സോറി, ദിസ് ഇസ് 10. അപ്പം can you factorize it? ടി സ്ക്വയർ പ്ലസ് 3t മൈനസ് 10 ഒന്ന് ഫാക്ടറൈസ് ചെയ്യൂ. 5ഉം 2ഉം അല്ലേ? അപ്പോൾ ടി പ്ലസ് 5 ഇൻറ്റു ടി മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ രണ്ട് വാല്യൂസ് കിട്ടും. എന്താണ്? മൈനസ് 5ഉം ടിയുടെ വാല്യൂ ആണ് എഴുതുന്നത്. ടി ഈക്വൽ ടു മൈനസ് 1ഉം 5ഉം ടി ഈക്വൽ ടു 2. അവിടെ വയ്ക്കാം, ഒന്നും ചെയ്യണ്ട, ഇത് അവിടെ വെച്ചോളൂ. നൗ വാട്ട് ഹാപ്പൻസ് ഇഫ് ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 1? കാരണം എക്സ് 2 ആകുമ്പോൾ വൈ മൈനസ് 1 ആകുമ്പോഴുള്ള ടിയുടെ വാല്യൂ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇത് മൈനസ് 1 ആകുമ്പം ഇത് മൈനസ് 1 ആകുമ്പോൾ എന്താ വാല്യൂ വരിക? 2t സ്ക്വയർ മൈനസ് 2t മൈനസ് 4 is equal to 0. Simplify that. t square minus t minus 2 equals 0. You get t minus 2 into t plus 1 equal to 0. അപ്പോൾ ടിക്ക് രണ്ട് വാല്യൂസ് ഉണ്ടാവും, 2ഉം മൈനസ് 1. അതായത് എക്സ് 2ഉം വൈ മൈനസ് 1ഉം ആണെങ്കിൽ ടിക്ക് ഇങ്ങനെയാവാം ഇങ്ങനെയാവാം. അപ്പോൾ ഇത് രണ്ടിലും കൂടി കോമൺ ആയിട്ട് എന്താ? ടി ഈക്വൽസ് 2 അല്ലേ? ടി ഈക്വൽസ് 2 ആയേ. നോക്കൂ, ഇതിൽ ടി ഈക്വൽസ് 2 ആവാം, ടി ഈക്വൽസ് മൈനസ് 5 ആവും. ഇതിൽ ടി ഈക്വൽസ് 2 ആവാം, ടി ഈക്വൽസ് മൈനസ് 1 ആവും. അപ്പോൾ അതായത് dy by dx at this point 2 minus 1 എന്ന് പറഞ്ഞാൽ 4t minus 2 by 2t plus 3 at t equals 2 എന്നാണ് അർത്ഥം. What is the value of this at t equals 2? 4 2s 8. 8 minus 2 divided by, ഇവിടെ 2 എടുക്കുക, അപ്പോൾ 4 plus 3 7. The answer is 6 by 7. 6 by 7 ചോയ്സ് ഉണ്ടോ നോക്കൂ. 6 by 7 B is answer.
60 ക്വസ്റ്റ്യൻ. 60ാമത്തെ ചോദ്യം. 60ാമത്തെ ചോദ്യം. The shortest distance between the line and the curve x equals y square. നല്ല ചോദ്യമാണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ലൈൻ എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ 0, എക്സ് ഈക്വൽസ് വൈ സ്ക്വയർ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ദൂരം എന്താണ്? കുറച്ച് പേര് നമ്മൾ ഡിസ്കസ് ചെയ്യാം. രണ്ട് കർവ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം അല്ലേ? ലോഗ് എക്സും ഈ റേഷ്യൂസ് തമ്മിലുള്ള വ്യത്യാസം ചെയ്ത് അതേ കോൺസെപ്റ്റാണിത്. കുറച്ചും കൂടി വ്യത്യാസമുണ്ട്, കുറച്ചും കൂടി വെറൈറ്റി ഉണ്ടെന്ന് മാത്രം. എക്സ് ഈക്വൽസ് വൈ സ്ക്വയർ, എക്സ് ഈക്വൽസ് വൈ സ്ക്വയറിൻ്റെ ഗ്രാഫ് ഏകദേശം എന്താ? വൈ സ്ക്വയർ ഈക്വൽസ് 4ax കിട്ടുന്നുണ്ടാവും. ഇത് ഇസ് എ ഗ്രാഫ്. ഇതാണ് എക്സ് ഈക്വൽസ് വൈ സ്ക്വയറിൻ്റെ ഗ്രാഫ്. ദിസ് ഇസ് എക്സ് ഈക്വൽസ് വൈ സ്ക്വയർ ഗ്രാഫ്. എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽസ് 0. ഏകദേശം ഇതെങ്ങനെയാണ്? എക്സ് മൈനസ് വൈ ഇസ് ഇക്വൽ ടു -1, എക്സ് ബൈ -1 പ്ലസ് വൈ ബൈ 1 ഈക്വൽസ് 1 ആണ്. അപ്പോൾ എക്സിൻ്റെ സെറ്റ് 1 -1ഉം ഇവിടെ y 1 ആണ്. ഏകദേശം ഇതാണ് ഗ്രാഫ്. ഡ്രോ ടു സ്കെയിൽ അങ്ങനെ ഭംഗിയിലൊന്നും വരയ്ക്കണ്ട. അപ്പോൾ ദിസ് ഇസ് എക്സ് പ്ലസ് വൈ, എക്സ് മൈനസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ആ രണ്ട് ഗ്രാഫും വരച്ചു കഴിഞ്ഞാൽ ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്? ഒന്ന് ഡ്രോ ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഡ്രോ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വിൽ ബി സം വാട്ട് ലൈക്ക് ദിസ്. അതായത് ഇതൊരു പോയിൻ്റ് ആണെങ്കിൽ ഇവിടെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റ് ഇതിനോട് പാരലായിരിക്കണം അല്ലേ? അപ്പം ദ പോയിൻ്റ് യു ഹാവ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ പ്രത്യേകം എന്തായിരിക്കും? ആ പോയിൻ്റിൽ നിന്ന്, കാരണം അത് ഈ കോർണർ ഇവിടേക്ക് വന്ന് മുട്ടണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ വരയ്ക്കുമ്പോൾ അതുപോലെ തോന്നിയതാണ്. അതായത് ഈ വര എന്താവണം? ഷുഡ് ബി ദ കോമൺ നോർമൽ. ഓർ ഇഫ് ദിസ് പോയിന്റ് ഇസ് ദ പോയിന്റ് വിച്ച് ഇസ് നിയറസ്റ്റ്, അവിടെ വരയ്ക്കുന്ന ടാൻജൻറ്റ് ഈ വരയിനോട് പാരലൽ ആയിരിക്കണം. പാരലൽ ആകുമ്പോൾ എന്താ കൺസെപ്റ്റ്? സ്ലോപ്സ് സെയിം ആയിരിക്കണം. സ്ലോപ്സ് സെയിം ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇതിന് സ്ലോപ്പ് സെയിം ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതാണ് എക്സ് ഈക്വൽസ് വൈ സ്ക്വയർ. അപ്പോൾ അവിടെ നിങ്ങളൊരു കാര്യം ചെയ്യാം. എക്സ് ഈക്വൽസ് വൈ സ്ക്വയർ ആകുമ്പം നിങ്ങൾ ഇവിടെ ഒരു പോയിന്റ് നോക്കൂ, ഇതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. വൈ സ്ക്വയർ ഈക്വൽസ് എക്സ് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യൂ 2y. കാരണം ഈ വരയുടെ സ്ലോപ്പ് എന്തായിരിക്കും? ഈ ടാൻജൻ്റെ സ്ലോപ്പ് എന്താ? ഡെറിവേറ്റീവ് ഓഫ് ദ കർവ് അറ്റ് ദാറ്റ് പോയിന്റ് ആണ്. അപ്പോൾ ഇതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ 2y dy by dx is equal to 1. ശരിയല്ലേ? അപ്പോൾ dy by dxൻ്റെ വാല്യൂ എന്തായിരിക്കും? 1/2y. അപ്പോൾ ഈ പോയിന്റ് x1 y1 ആണെന്ന് വിചാരിച്ചോളൂ തൽക്കാലം. ടേക്ക് ഇറ്റ് എ പോയിന്റ് x1 y1. അപ്പോൾ വാട്ട് ഇസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ? ഈ വരയുടെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് ദ ലൈൻ m ആണെന്ന് ചോദിച്ചോളൂ. m ഇസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ചോദിച്ചോളൂ. ഈ വരയുടെ സ്ലോപ്പ്, ടാൻജൻ്റെ സ്ലോപ്പ്, x1 y1 എന്നുള്ള പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻ്റെ സ്ലോപ്പ് m ആണെന്ന് ചോദിച്ചോളൂ. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും? dy by dx at that point. ഏത് at that point? x1 y1. അപ്പോൾ ഇറ്റ് ഇസ് 1/2y1. അപ്പോൾ 1/2y1 ആയിരിക്കും ഈ വരയുടെയും സ്ലോപ്പ്. കാരണം ഈ വരയും പാരലൽ ആയതുകൊണ്ട് ഇതിൻ്റെ സ്ലോപ്പും സെയിം ആയിരിക്കും. അപ്പോൾ വാട്ട് ഇസ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ? y അറിയാലോ, മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് y, അല്ലെങ്കിൽ y ഈക്വൽസ് mx പ്ലസ് ചെയ്തിട്ട് എമ്മിൻ്റെ സ്ലോപ്പ് m ആയിരിക്കും സ്ലോപ്പ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വിചാരിക്കട്ടെ, 1 ആയിരിക്കും സ്ലോപ്പ്. ഇതിൻ്റെ സ്ലോപ്പ് 1 ആണ്. സ്ലോപ്പ് ഇസ് 1. അപ്പം ഇതിൻ്റെ സ്ലോപ്പും സെയിം ആണ്. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ ഇസ് 1/2y1. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താവണം? 1. ഇത് മനസ്സിലായോ? ഇതാണ് അതിൻ്റെ മെയിൻ കാച്ച്. 1/2y1 എന്ന് പറയുന്നത് 1 ആവണം. അപ്പോൾ അത് 1 ആണെങ്കിൽ ഇത് 1/2 ആവണം അല്ലേ? y1ൻ്റെ വാല്യൂ എന്താവണം? 1/2 ആവണം. അപ്പോൾ y1ൻ്റെ വാല്യൂ 1/2 ആവണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താവണം? 1/4 ആവണം. മനസ്സിലാവണ്ടോ? അപ്പോൾ 1/4 1/2 ആണ് ദ പോയിന്റ് ഓൺ ദിസ് പാരബോള വിച്ച് ഇസ് നിയറസ്റ്റ് ടു ദ ലൈൻ. അവിടുന്ന് വരയ്ക്കായിരിക്കും ഏറ്റവും ഷോർട്ടസ്റ്റ് ദൂരം ഉണ്ടാവുക. എന്താ ചോദ്യം? വാട്ട് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ, അപ്പോൾ 1/4 1/2 എന്ന് ഇതിലേക്കുള്ള ദൂരം എടുക്കുക. ഒരു പോയിന്റ് നിന്ന് ഒരു ലൈനിലേക്കുള്ള ദൂരം എന്താ? x1 y1 എന്നുള്ള പോയിന്റ് നിന്ന് ഒരു ലൈനിലേക്കുള്ള ദൂരം എന്താ? ax1 പ്ലസ് by1 പ്ലസ് c/√a² പ്ലസ് b². അപ്പോൾ 1/4 1/2 എന്ന് ഇതിലേക്കുള്ള ദൂരം എടുക്കുക. ഇറ്റ് ഇസ് വാട്ട് ഇൻ ദ ഫോർമുല? ax1 പ്ലസ് by1 പ്ലസ് c ബൈ √a² പ്ലസ് b² മോഡ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? മോഡ്ലെസ് ഓഫ് എന്താ? x മൈനസ് y പ്ലസ് 1 = 0 അല്ലേ? പോയിന്റ് 1/4 2 അല്ലേ? അപ്പോൾ എക്സിന് പകരം 1/4 കൊടുക്കുക, വൈക്ക് പകരം 1/2 കൊടുക്കുക, പ്ലസ് 1 ഡിവൈഡഡ് ബൈ √a² പ്ലസ് b². ഇവിടെ a 1 ആണ്, b -1 ആണ്, √2. സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഇറ്റ് ഇസ് 1/4. 1/4 minus 1/2 is -1/4. -1/4 plus 1 is 3/4. Answer will be 3/4 √2. ഉണ്ടോ ചോയ്സിൽ?
3/4√2. 3/4√2 അത് കുറച്ചുകൂടി ഭംഗിയിലാക്കണം അല്ലേ? ഇറ്റ് ഇസ് 3/4√2 എങ്ങനെ ഭംഗിയിലാക്കുക? 3/4√2 ഇൻറ്റു √2/√2. അപ്പോൾ ഇറ്റ് വിൽ ബി 3/8√2. 3/8√2 ഉണ്ടോ ചോദിച്ചില്ല? 3/8√2 ഉണ്ട്. ഡി ഈസ് ആൻസർ. ഡി ഈസ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് 61ാമത്തെ ചോദ്യം ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 61 കുറച്ച് നല്ല ക്വസ്റ്റ്യനാണ്. ടാൻജൻറ്റ് ടു ദ കർവ് y equals e power x drawn at the point c e raised to c. അപ്പോൾ ഇതാണ് പോയിൻ്റ് സി വിചാരിച്ചോളൂ. അപ്പോൾ സിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റാണ് സി ഇ റേസ് ടു സി. ഈ പോയിൻ്റാണ് സി ഇ റേസ് ടു സി. അവിടെ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചു, സി ഇ റേസ് ടു സി intersects the line joining the point c-1 and c+1. ഈ c-1 എന്നുള്ള പോയിന്റ് c1 ഇതാണ് ചോട്ട് c-1. സപ്പോസ് ദിസ് ഇസ് c-1 ആൻഡ് സപ്പോസ് ദിസ് ഇസ് c+1. ഇപ്പോൾ c-1 ആണെങ്കിൽ ഇതായിരിക്കും c-1. ഈ പോയിന്റ് എന്താ? c-1 e raised to c-1 ആണ്. ഈ പോയിന്റ് എന്തായിരിക്കും? എന്താ ഈ പോയിന്റ് y equals e raised to x ൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോകണം. ദിസ് ഇസ് എ ഗ്രാഫ് ഓഫ് y equals e raised to x. ഇങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത് സ്റ്റീപ്പായിട്ട്. അപ്പോൾ c+1 e raised to c+1 ഗ്രാഫ് എങ്ങനെയായിരിക്കും? അല്ല, പോയിന്റ് ഏതായിരിക്കും? ഇതാണ് c+1 എങ്കിൽ ഈ പോയിൻ്റാണ് c+1 e raised to c+1. ഓക്കെ, അത് ഞാൻ ക്വസ്റ്റ്യൻ നോക്കൂ. c e raised to x വരയ്ക്കുന്ന ടാൻജൻറ്റ് നോക്കൂ. ഇവിടെ ഇതൊരു കോഡാണ്. ദിസ് ഈസ് എ കോഡ്. ഇതാണ് കോഡ് ജോയിനിങ്. ദിസ് ഈസ് എ കോഡ് ജോയിനിങ് ദ പോയിന്റ്സ് c-1 c e raised to c+1 ആൻഡ് c+1 e raised to c+1. ഇവിടെ നമ്മൾ ഇവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. അതായത് c e raised to cയിലൊരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. ഇവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. ഈ ടാൻജൻറ്റ് അതായത് നീല വരെയാണ് കോഡ്, ഈ ചുവന്ന വരെയാണ് ടാൻജൻറ്റ്. c-1ഉം c+1ഉം ഇവിടെ c ആണ് മിഡ് പോയിന്റ്. പക്ഷേ ഇവിടെ മിഡ് പോയിന്റ് അതാവണമെന്നില്ല. ഭയങ്കര സ്റ്റീപ്പല്ല ഇത് പോകുന്നത്. മിഡ് പോയിന്റ് ആവണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ അത് ഈ ചുവന്ന വര നീല വരേനെ അവിടെ കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ കട്ട് ചെയ്യും. നിങ്ങൾ ഓർക്കേണ്ടത്, ഇപ്പോൾ ഇങ്ങനൊരു വരയുണ്ട് വെച്ചോളൂ, എന്തായാലും ഇത് ഇൻ്റർസെക്റ്റ് ചെയ്താൽ ഇവിടെയല്ലേ കട്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് കാരണം? ഇതിൻ്റെ സ്ലോപ്പ് m1ഉം ഇതിൻ്റെ സ്ലോപ്പ് m2 ആണെങ്കിൽ ഈ m1 m2നേക്കാൾ അല്ലെങ്കിൽ m2 m1നേക്കാൾ വലുതായതുകൊണ്ടാണ് ഈ വര ഇതിനെ കട്ട് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? റൈറ്റിൽ m2 m1നേക്കാൾ വലുതായതുകൊണ്ടാണ് m2 സ്ലോപ്പായിട്ടുള്ള ലൈൻ m1 സ്ലോപ്പായിട്ടുള്ള ലൈനിനെ വലത്തു ഭാഗത്ത് കട്ട് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? This is the concept here. Okay. Now, what is the slope of the red line? Red line the slope എന്താ? ഇതാണ് y equals e raised to x. അപ്പോൾ you know dy by dx is e raised to x. dy by dx e raised to x തന്നെയാണ്. What is slope of the red line? e raised to c. Red line the slope e raised to c ആണെന്ന് മനസ്സിലായോ? Right. ഇനി what is the slope of the blue line? ബ്ലൂ ലൈൻ കോഡാണ്. കോഡ് ജോയിനിങ് 2 പോയിന്റ്സ് ആണ്. ഏതൊക്കെ 2 പോയിന്റ്സ്? c+1 e raised to c+1ഉം c-1 e raised to c+1. You know the slope of a line passing through 2 points and the difference in y coordinate divided by difference in x coordinate. What is the slope of the chord? Difference in y coordinate divided by difference in x coordinate. But difference in y coordinate എന്ന് പറഞ്ഞാൽ e raised to c+1 minus e raised to c-1 divided by c+1 minus c-1. അത്രയാ 2. ശരിയല്ലേ? 2 ആണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് e raised to x into, എങ്ങനെ എഴുതാം? ഇറ്റ് ഇസ് e raised to x into, ഇറ്റ് ഇസ് അല്ല e raised to c into എന്താണ്? e minus 1/2. e minus 1/2 എന്നെഴുതി കൂടെ എഴുതാം. e minus 1/2 എഴുതാം. അപ്പം ഇതാണോ? നോക്കൂ,
ഈ ലൈൻ്റെ അതായത് റെഡ് ലൈൻ്റെ സ്ലോപ്പാണ് ബ്ലൂ ലൈൻ്റെ സ്ലോപ്പിനേക്കാൾ ബിഗർ എങ്കിൽ വലത്ത് ഭാഗത്ത് കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇടത്ത് ഭാഗത്ത് കട്ട് ചെയ്യും. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പം നോക്കാം, വാട്ട് ഈസ് എ സ്ലോപ്പ്? ഇതിൻ്റെ വാല്യൂ എന്താ? ഇപ്പം ഈ പറഞ്ഞ 2.something ആണ്, 2.7 മൈനസ് 1/e 1/e പറഞ്ഞാൽ 1/2 സംതിങ് ആണ്. അപ്പോൾ 2.7 മൈനസ് 1.2 0.5 സംതിങ് ആണ്. എന്തായാലും അത് എന്തായിരിക്കും 2 something ആയിരിക്കും. 2 something/2 പറയുന്നത് എന്തായാലും e⁻c ബിഗർ ആയിരിക്കും. മനസ്സിലാവുണ്ടോ? e മൈനസ് 1/e, e പറഞ്ഞാൽ 2.7, 1/e പറഞ്ഞാൽ 1/2 something ആണ്. എന്തായാലും 0.1/3 ആണെങ്കിൽ തന്നെ 0.33 ആയിട്ടാണ്. ഇപ്പോൾ 2.7 മൈനസ് 3 ആകുമ്പോൾ 2.4 സംതിങ്, 2 ആകുമ്പോൾ എന്തായാലും ഒന്നിനേക്കാൾ കൂടുതലാണ്, ഉറപ്പാണ്. അപ്പോൾ e⁻c ബിഗറാണ്, ഇത് ഉറപ്പാണ്. അപ്പം സ്ലോപ്പ് ഓഫ് നീല വരയുടെ സ്ലോപ്പ് ഇതിൻ്റെ സ്ലോപ്പിനേക്കാൾ, റെഡ് ലൈൻ്റെ സ്ലോപ്പിനേക്കാൾ ബിഗറാണ്. നീല വരയുടെ സ്ലോപ്പാണ് ബിഗർ, ചുവന്ന വരയുടെ സ്ലോപ്പാണ് ബിഗർ എങ്കിൽ വലത്ത് ഭാഗത്ത് കട്ട് ചെയ്യും, തിരിച്ചാണെങ്കിൽ ഇടത്ത് ഭാഗത്ത് കട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ ആൻസർ? ലെഫ്റ്റ് സൈഡിൽ കട്ട് ചെയ്യും. അപ്പോൾ വാട്ട്സ് യുവർ ആൻസർ? ഓൺ ദ ലെഫ്റ്റ് ഓഫ് എ. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. കൺസെപ്റ്റ് ഇതാണ്, M2ൻ്റെ സ്ലോപ്പ്, ഈ വരയുടെ സ്ലോപ്പ് ഇതിനേക്കാൾ ബിഗർ ആയതുകൊണ്ടാണ് വലത്ത് ഭാഗത്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചായാൽ ഇടത്ത് ഭാഗത്ത് കട്ട് ചെയ്യുക. ഇവിടെ ചുവന്ന വരയുടെ സ്ലോപ്പ് ഇതാണ്, നീല വരയുടെ സ്ലോപ്പ് ഇതാണ്. ഇതെന്തായാലും e⁻c ബിഗറാണ്, അതുകൊണ്ട് ചുവന്നതിനേക്കാൾ ബിഗറാണ്. അപ്പം ഈ നീല വരയുടെ സ്ലോപ്പ് ചുവന്ന വരയുടെ സ്ലോപ്പിനേക്കാൾ ബിഗറാണ്. ബിഗർ ആയതുകൊണ്ട് ഇപ്പുറത്താണ് കട്ട് ചെയ്യുക. അപ്പോൾ ഇറ്റ് കട്ട്സ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് ഇ. അപ്പോൾ എ ആണ് ആൻസർ. നൗ ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 62, 62ാമത്തെ ചോദ്യം. The function y equals f of x has a second order derivative f double dash x is equal to 6 into x minus 1. നമുക്ക് ഇങ്ങനെ എഴുതാം, 6x minus 6. ആ ഗ്രാഫ് 2, 3 കൂടി 2, 1 കൂടി പാസ് ചെയ്യുന്നുണ്ട്. And if it has a point and that point the tangent to the graph, ഇവിടെ നമ്മൾ ടാൻജൻറ്റ് വരച്ചാൽ ഇത് 2, 1 കൂടി പാസ് ചെയ്യുന്നുണ്ട്, അതായത് 2, 1 കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2, 1 വരയ്ക്കുന്ന ടാൻജൻറ്റും തന്നിട്ടുണ്ട് നമുക്ക്. യു ആർ ഗിവൺ ദറ്റ് ടാൻജൻറ്റ് ഇസ് y equals 3x plus this y equals 3x minus 5. ഇത് ഡ്രോൺ ടു സ്കെയിൽ അല്ല, അതുകൊണ്ട് ഗ്രാഫ് കറക്റ്റായിട്ടുള്ള ഗ്രാഫൊന്നും അല്ല അത്. y equals 3x minus 5. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ വരയ്ക്കുന്ന, അതായത് x equals 2 അല്ല 2, 1 എന്നുള്ള പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻ്റ് സ്ലോപ്പ് 3 ആണെന്ന് അതിൻ്റെ അർത്ഥം. ദെൻ ദ ഫംഗ്ഷൻ എസ്, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം ഡബിൾ ഡാഷ് എക്സ് അല്ലേ തന്നിട്ടുള്ളത്, ഡാഷ് എക്സ് കാണാം. ഹൗ ടു ഫൈൻഡ് എഫ് ഡാഷ് എക്സ്? ഇൻ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ? എഫ് ഡാഷ് എക്സ് വാട്ട് യു ഗെറ്റ്? 6 into x² / 2 minus 6x plus constant, say c1. What is c1? Constant of integration. എന്നിട്ട് ഇവിടെ 3 ആയി, 3x² minus 6x plus c ആയി. ഇനി എന്താ തന്നിട്ടുള്ളത്? ഈ കേർവിൽ x equals 2 വരയ്ക്കുന്ന ടാൻജൻ്റ് സ്ലോപ്പ് 3 ആണെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? f'(2) 3 ആണെന്നാണ്. മനസ്സിലാവുണ്ടോ? ഡെറിവേറ്റീവ് ഓഫ് ദ കേർവ് അറ്റ് x equals 2 is 3 എന്നാണ്. y equals 3x plus 5 y equals 3x minus 5 സ്ലോപ്പ് 3 അല്ലേ? അപ്പോൾ സ്ലോപ്പ് is 3 എന്നാണ്. അപ്പോൾ f'(2) 3 ആണെന്നുള്ള പരിപാടി ഉപയോഗിക്കുക അവിടെ. അപ്പോൾ what you get? 3 is equal to എക്സിന് പകരം 2 കൊടുക്കാം. 3 into 4 minus 6 into 2 plus c1. അന്ന് c1ൻ്റെ വാല്യൂ കാണൂ, 3, 4, 12, ഇതും 12. അപ്പോൾ c1ൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ what is ഡെറിവേറ്റീവ്? f dash xൻ്റെ വാല്യൂ എന്താ? ഇറ്റ് ഇസ് 3x² minus 6x plus 3. ഇനി f of x കാണൂ. what is f of x? ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3x³ / 3 അപ്പോൾ x³ plus 6x² / 2 minus 3x plus 3x plus c2. കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഗെയിൻ രണ്ടാമത്തെ കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഈ കേർവ് ആണ് 1, 2, 1 കൂടി പാസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് ദ കേർവ് പാസസ് ടു 2, 1. ഇത് y equals f of x ആണ്, y ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? x 1 ആണ്, x 2 ആണെങ്കിൽ yയുടെ വാല്യൂ 1 ആവണം, കാരണം കേർവ് ഇസ് പാസിങ് ത്രൂ 2, 1. അപ്പോൾ 2, 1 ലൈസ് ഓൺ ഇറ്റ്. അപ്പോൾ എന്ത് പറയാം? 1, yയുടെ വാല്യൂ 1 ഇസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ 2² minus 3 into 2 plus 3 into 2
പ്ലസ് C2. അപ്പോൾ C2ൻ്റെ വാല്യൂ കണ്ടൂടെ? എന്താ C2ൻ്റെ വാല്യൂ? 326 വെട്ടിപ്പോവും. ഇവിടെ 8 ഉണ്ടാവും. അപ്പം 8 ആകുമ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് C2? C2ൻ്റെ വാല്യൂ എന്താ? എക്സിൻ്റെ വാല്യൂ 1 അല്ലേ? 1 അല്ലേ? അപ്പം 1 is equal to എക്സിൻ്റെ വാല്യൂ 2 cube minus 3 into 2 plus 3 into 3x square അല്ലേ? x cube plus 3x square by 2 ഉണ്ട്. x cube plus 3 തെറ്റിപ്പോയത് 3x cube by 3 അപ്പോൾ x cube 6xൻ്റെ ഡെറിവേറ്റീവ് 6 into x square by 2 3x square ആണ് plus 3x. ഓക്കെ, ഇനി ഇവിടെ കൊടുക്കുമ്പം എക്സിന് പകരം 2 കൊടുത്താൽ if you put x equals 2 and y equals 1, x 2 ആകുമ്പോൾ y യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 equals എക്സിന് പകരം 2 കൊടുക്കുക. 2 cube minus 3 into 2 square plus 3 into 2 plus C3. അപ്പോൾ വാട്ട്സ് ദ വാല്യൂ? 4 3 12 വരും. 12 6 ആകുമ്പം -6 ആണ്. ഇവിടെ 8 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ C2ൻ്റെ വാല്യൂ എന്താ? -1. അപ്പോൾ വാട്ട് ഈസ് ഫംഗ്ഷൻ? Therefore f of x is equal to x cube minus 3x square plus 3x minus 1. ഇതാണ് f of x. Therefore f of x equals x minus 1 the whole cube അല്ലേ ഇത്? അപ്പോൾ ആൻസർ ഇസ് f of x equals x minus 1 the whole cube. അതെ, ചോയ്സിലുണ്ടോ അത്? x minus 1 whole cube. ശരിയാണ്, D is answer. അടുത്ത ചോദ്യം, 63ാമത്തെ ചോദ്യം. Integral e raised to minus x by 2 into root of 1 minus sin x by 1 plus cos x dx. And the question, root of 1 minus sin x by cos x dx. എന്താ നല്ലത്? ഏറ്റവും x by 2ന് ടി കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അത് സിംപ്ലിഫൈ യു മൈനസ് എക്സ് ബൈ 2ന് ടി കൊടുത്തോളൂ, എന്നാൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കിട്ടും. അപ്പം എക്സിൻ്റെ വാല്യൂ -2t വരും. അപ്പം ഡി എക്സിൻ്റെ വാല്യൂ -2dt വരും. അപ്പോൾ ഇതെന്താവും? ഇൻറ്റഗ്രൽ ഓഫ് ഇ റേസ് ടു ടി. ഇവിടെ -x by 2 ആണ് ടി. അപ്പോൾ എക്സ് -2t ആണ്, ഇവിടെ -2t കൊടുക്കാം. അപ്പോൾ ഇറ്റ് ഇസ് റൂട്ട് ഓഫ് 1 plus sin 2t വരും ഡിവൈഡഡ് ബൈ ഇവിടെ -2t. എക്സിന് പകരം -2t കൊടുത്താൽ മാറ്റം ഉണ്ടാവില്ല, കോസ് ഈവൻ ഫംഗ്ഷൻ ആണ്. 1 plus cos 2t. ഡി എക്സിന് പകരം -2dt. ഓക്കെ, റൈറ്റ്. ഇനി 1 plus sin t, റൂട്ട് ഓഫ് 1 plus sin t ബൈ 1 plus cos 2t ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് -2 into integral of e raised to t into 1 plus sin 2t നെ നമുക്ക് എന്ത് എഴുതാം അറിയാം? ഇറ്റ് ഇസ് sin square t plus cos square t plus 2 sin t cos t എന്ന് എഴുതാം. മനസ്സിലുണ്ടോ? sin square t plus cos square t plus 2 sin t cos t. It is sin t plus cos t the whole square. Root of that is sin t plus cos t. Divided by 1 plus cos 2t. 1 plus cos 2t is 2 cos square t dt. Clearly 2 cos square t dt. അപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കിട്ടും -2 into e raised to t into ഇത് ഡിവൈഡ് ചെയ്താൽ sin t cos t ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? sin t by 2 cos square t പറയുമ്പോൾ എന്താ കിട്ടുക? 1/2 into 1/2 into എന്ത് വരും? sin t by cos t അല്ലേ? അപ്പോൾ secant t tan t. ക്ലിയർ? sin t by cos square t, sin t by cos t into 1 by cos t, it is secant t cos t plus 1/2 into cos t by cos square t. What is cos t by cos square t? Secant t dt. ഇത് നിങ്ങൾ നോക്കൂ, ഹാഫ് secant t dt, ഹാഫ് secant tയുടെ ഡെറിവേറ്റീവ് അല്ലേ ഹാഫ് secant t dt. അപ്പോൾ ആൻസർ വിൽ ബി -2 into 1/2 into എന്ത് ചെയ്താൽ മതി? e raised to t f of x. അപ്പോൾ e raised to t into അറിയാലോ, e raised to x into f of x plus f dash x അറിയാം. ഇറ്റ് ഇസ് secant t dt.
അപ്പോൾ ആൻസർ വിൽ ബി മൈനസ് ഇ റേസ് ടു ടി, ടിക്ക് പകരം മൈനസ് എക്സ് ബൈ ടു ഇൻറ്റു സീക്കൻഡ് എക്സ് ബൈ ടു മൈനസ് എക്സ് ബൈ ടു. അത് സീക്കൻഡിന് ബാധിക്കില്ല കാരണം കോസ് അല്ലേ, പ്ലസ്. അപ്പോൾ ആൻസർ വിൽ ബി മൈനസ് ഇ റേസ് ടു എക്സ് ബൈ ടു സീക്കൻഡ് എക്സ് ബൈ ടു പ്ലസ് സി. സി ഈസ് ആൻസർ. ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 64. 64ാമത്തെ ചോദ്യം നോക്കാം. Integral of cos 2x minus 1 by cos 2x plus 1. Integral of cos 2x minus 1 by cos 2x plus 1. എങ്ങനെ ചെയ്യാം ഈ ക്വസ്റ്റ്യൻ? ഹൗ ടു ഡു ഇറ്റ്? dx. Cos 2x plus 1 by cos 2x minus 1. How to do that question? ഇങ്ങനെ ചെയ്താൽ പറയാം 1 മൈനസ് കോസ് 2x മൈനസ് ഓഫ് 1 മൈനസ് കോസ് 2x ബൈ 1 പ്ലസ് കോസ് 2x ആണ്. 1 മൈനസ് കോസ് 2x എല്ലാവർക്കും അറിയാം 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. മൈനസ് ഓഫ് 2 സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 കോസ് സ്ക്വയർ എക്സ്. ഇപ്പോൾ 2 വെട്ടിപ്പോയ ടാൻ സ്ക്വയർ എക്സ്. ഇപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് ടാൻ സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ്. യു നോ ടാൻ സ്ക്വയർ എക്സ് ഇസ് secant square x minus 1. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. വാട്ട് ഇസ് ദ ഇൻറ്റഗ്രൽ ഓഫ് secant square x? tan x and minus 1 integral minus x plus c. അപ്പോൾ ആൻസർ വിൽ ബി x minus tan x plus c. അല്ലേ? ഈ മൈനസ് ഉള്ളിലേക്ക് വെച്ചാൽ x minus tan x plus c. C is answer. 65ാമത്തെ ചോദ്യം. ഇതാണ് ചോദ്യം. ഇൻറ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ആദ്യം എഴുതാം. എക്സ് പ്ലസ് 3 ബൈ എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. എപ്പോഴും ഇ റേസ് ടു എക്സ് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൽ ഒരു ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് ആണെങ്കിൽ മിക്കവാറും 99% ഓഫ് ദ കേസിൽ ഇതാണെന്ന് ആലോചിക്കുക. ഇ റേസ് ടു എക്സിൻ്റെ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ റീറൈറ്റ് ചെയ്യാം. ഇറ്റ് ഇസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 4നെ എക്സ് പ്ലസ് 3നെ എക്സ് പ്ലസ് 4 മൈനസ് 1 ആക്കി എഴുതാം. അപ്പോൾ ഇതൊരു ക്ലബ് ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് 1 ബൈ എക്സ് പ്ലസ് 4 അല്ലേ? എക്സ് പ്ലസ് 4 ബൈ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ഇസ് 1 ബൈ എക്സ് പ്ലസ് 4 മൈനസ് 1 ബൈ എക്സ് പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇത് നോക്കൂ 1 ബൈ എക്സ് പ്ലസ് 4ൻ്റെ ഡെറിവേറ്റീവ് അല്ലേ മൈനസ് 1 ബൈ എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ വാട്ട്സ് യുവർ ആൻസർ? ഇ റേസ് ടു എക്സ് ബൈ എക്സ് പ്ലസ് 4 പ്ലസ് സി. സിമ്പിളാണ്, വെരി സിമ്പിൾ. ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 66. 66ാമത്തെ ചോദ്യം. It is integral of dx by x square into 1 plus x raised to 4 whole raised to 3 by 4. നോക്കൂ ഇതിൻ്റെ നെറ്റ് ഡിഗ്രി നോക്കാം. നോക്കൂ ഇത് 4 ആണ്. റേസ് ടു 3 by 4 ആവുകൊണ്ട് 4 ഇൻറ്റു 3 by 4 3 ആണ് ഡിഗ്രി. അപ്പോൾ ഈ എക്സ് റേസ് ടു 4 പുറത്തെടുത്താൽ പുറത്തെത്തുമ്പോൾ എന്താവും? 3 ആവും. മനസ്സിലാവുണ്ടോ? കാരണം ഇതിൻ്റെ ഡിഗ്രി 4 ആണ്. റേസ് ടു 3 by 4 ഉണ്ടെങ്കിൽ നെറ്റ് ഡിഗ്രി 3 ആണ്. അപ്പോൾ ഇഫ് യു ടേക്ക് എക്സ് ഔട്ട്സൈഡ് വെൻ ഇറ്റ് കംസ് ഔട്ട് അതിൻ്റെ ഡിഗ്രി എന്താവണം? 5 ആവും, 3 ആവും. അപ്പോൾ ഇത് 3 + 2 5 ആവും. അപ്പോൾ കൻ യു അണ്ടർസ്റ്റാൻഡ്? അടുത്ത സ്റ്റെപ്പ് ഞാൻ എഴുതി നോക്കുള്ളൂ. ഡി എക്സ് ബൈ ഇതിന്ന് എക്സ് റേസ് ടു 4 പുറത്തെടുക്കുകയാണ്. അപ്പോൾ 1 ഇങ്ങനെ വരും. 1 പ്ലസ് 1 ബൈ എക്സ് ടു ദ പവർ 4 റേസ് ടു 3 by 4. ഇവിടുന്ന് എക്സ് ടു ദ പവർ പുറത്തെടുത്താൽ പുറത്തെത്തുമ്പോൾ അത് എക്സ് ക്യൂബ് ആവും. എക്സ് ക്യൂബും എക്സ് സ്ക്വയറും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് റേസ് ടു 5 ആവും. ദാറ്റ്സ് ഓൾ. കഴിഞ്ഞു, ആ പ്രോബ്ലം കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ ഈ പരിപാടി ഉപയോഗിക്കാം. ഇൻറ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു n എഫ് ഡാഷ് എക്സ് ഡി എക്സ്. എന്താ അതിൻ്റെ വാല്യൂ? എഫ് ഓഫ് എക്സ് റേസ് ടു n എഫ് ഡാഷ് എക്സ് ഡി എക്സ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്, പക്ഷേ യു ജസ്റ്റ് ലേൺ ദിസ്. എഫ് ഓഫ് എക്സ് റേസ് ടു n എഫ് ഡാഷ് എക്സ് ഡി എക്സ്. ഇറ്റ് ഇസ് എഫ് ഓഫ് എക്സ് റേസ് ടു n plus 1 by n plus 1 plus c. You are putting x equals എഫ് ഓഫ് എക്സ് ഈക്വൽസ് ടി. അപ്പോൾ ഇവിടെ നോക്കൂ ഇതിന് ഡെറിവേറ്റീവ് പുറത്ത് അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടെ നോക്കൂ 1 by എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് അല്ലേ മൈനസ് 4 by എക്സ് റേസ് ടു 5. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് ടി കൊടുക്കാം. 1 by എക്സ് റേസ് ടു 4 plus 1ന് ടി കൊടുക്കാം.
അപ്പോൾ എന്ത് വരും? -4/x⁵ എന്താവും? dt ആവും. Or 1/x⁵ dx will be by -4. Okay, അപ്പോൾ this will be -1/4 into dx by x⁵ എന്ത് എഴുതാം? dt by t⁻3/4. What is t⁻3/4? It is -1/4 into t⁻³ plus 1 by -3/4 plus 1 plus c. -3/4 plus 1 is -1/4 വെട്ടിപ്പോവും. ആൻസർ വിൽ ബി ഇത് 1/4 ആവും. ഇറ്റ് ഇസ് ടിയുടെ പകരം എന്താ? ഇറ്റ് ഇസ് 1/x⁴ plus 1/1/4 plus c. ആൻസർ വിൽ ബി, വാട്ട് ഇസ് ദ ആൻസർ? It will be plus avera. It is 1 plus x⁴ whole raised to 1/4 divided by x⁴ is x plus c. The answer is 1 plus x³ raised to 1/4 by x plus c. D ആണ് answer. അല്ലേ? D is the answer. That is question number 66. Now we'll go to question number 67. 67ാമത്തെ ചോദ്യം എടുക്കും. ചെയ്യാലോ? 67. Integral of 1/ln x minus 1/ln x the whole square. That's the question. 1/ln x minus 1/ln x the whole square. ഇത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് സ്പ്ലിറ്റ് ചെയ്യുക. You split that. സാധാരണമാതിരി സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഇൻറ്റു 1 എഴുതാം. യു ഡു ഓൺലി ദിസ് ഇൻ്റഗ്രൽ. ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കാം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നിങ്ങളൊന്ന് റീകോൾ ചെയ്യൂ. ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു എന്ന് പറയൂ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അല്ലേ? അറിയില്ലേ എല്ലാവർക്കും? റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് -1/ln x the whole square into 1/x into x dx. ഇത് അങ്ങ് തന്നെ ഇറക്കിയിടുക. ഒന്നും ചെയ്യണ്ട. ഈ എക്സും എക്സും വെട്ടിപ്പോവും. മൈനസ് മൈനസ് പ്ലസ് ആവും. ഇത് രണ്ടും വെട്ടിപ്പോവും. വാട്ട് യു ഗെറ്റ് ഇസ് x/log x പ്ലസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ഒരു ട്വിസ്റ്റ് ശ്രദ്ധിക്കണം. ആദ്യത്തെ ഇൻ്റഗ്രൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതോടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കാം. 68ാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യട്ടെ. ഇൻ്റഗ്രൽ ഓഫ് e⁻x ഇൻറ്റു 1 + x ബൈ sin² x e⁻x dx. ഇതാണ് ചോദ്യം. അപ്പോൾ വാട്ട് വി ഡു ഹിയർ ഇസ് ദിസ്. ഈ x e⁻x ടി കൊടുക്കാം. പുട്ട് x e⁻x ഈക്വൽസ് t. x e⁻x ടി കൊടുത്താൽ നോക്കൂ, എക്സ് ഇൻറ്റു e⁻x പ്ലസ് e⁻x dx dt അല്ലേ? യു ആർ ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ്. അപ്പോൾ അതല്ലേ ഇത് കണ്ടോ? e⁻x പുറത്തെത്താം. e⁻x ഇൻറ്റു x പ്ലസ് 1 dx അല്ലേ? യു ടേക്ക് e⁻x ഔട്ട് സൈഡ്. e⁻x ഇൻറ്റു x പ്ലസ് 1 dx അല്ലേ dt. അപ്പോൾ ദിസ് ബിക്കംസ് ഇൻ്റഗ്രൽ ഓഫ് e⁻x ഇൻറ്റു 1 + x dx മൊത്തമായിട്ട് dt ആവും. ഡിവൈഡഡ് ബൈ എന്ത് വരും? x e⁻x t ആണ്. സോറി, t ആണ്. dt അല്ല, t. x e⁻x ഈക്വൽസ് t ആണ്. അപ്പോൾ x e⁻x t ആകുമ്പം ഇറ്റ് വിൽ ബി sin² t. sin² t നിങ്ങൾക്കറിയാം cosecant² t ആണ് അല്ലേ? ഇറ്റ് ഇസ് cosecant² t dt. വാട്ട് ഇസ് ഇൻ്റഗ്രൽ ഓഫ് cosecant² t? നിങ്ങൾക്കറിയാം -cot t ആണ്. ഇറ്റ് ഇസ് -cot t പ്ലസ് c. അപ്പോൾ ആൻസർ ഇസ് -cot എക്സിന് പകരം എന്ത് എഴുതാം? x e⁻x പ്ലസ്. അപ്പോൾ ആൻസർ ഇസ് -cot x e⁻x plus c. A is the answer. ഇത് നമുക്ക് 69ാമത്തെ ചെയ്യാം. ചെയ്തൂടെ? 69ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ്. 69ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇൻ്റഗ്രൽ ഓഫ് sin x minus cos x whole raised to 4 into sin x plus cos x dx. എന്താണ് ചോദ്യം? ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ കുറച്ച് പറയുമ്പോൾ f of x raised to n into f dash x dx. നോക്കൂ, sin x മൈനസ് cos x ന് t കൊടുത്താൽ എന്താ കിട്ടുക?
you put sin x minus cos x equals t. Sin x derivative cos x, cos derivative sin x alle. But it is cos x plus sin x dx is equal to dt. But this becomes what? Integral of t raised to 4 dt. Is it okay? Right. 3. About t raised to 4 and t raised to 5 by 5 plus c. The answer will be sin x minus cos x raised to 5 by 5 plus c. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യനിൽ പെടുന്നതാണ്. എപ്പോഴും പരീക്ഷ പേപ്പറിൽ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഐഡൻറ്റിഫൈ ഇറ്റ് ആൻഡ് ഡു ഇറ്റ് ഫസ്റ്റ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 70. എന്താ ചോദ്യം? ഇൻറ്റഗ്രൽ ഓഫ് ഇ റേസ് ടു 3 ln x ഇൻറ്റു x raised to 4 plus 1 raised to minus 1 dx. ആണ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇ റേസ് ടു ലോൺ എക്സ് എക്സ് ആണ്. കാരണം എന്താ? ഇ റേസ് ടു എക്സും ലോഗ് എക്സും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ഉപയോഗിച്ചതാണ്. അപ്പോൾ ഇ റേസ് ടു ലോൺ എക്സ് എക്സ് ആയിരിക്കും. എഫ് ഓഫ് ജി ഓഫ് എക്സ് എക്സ് ആണ്. എഫ് ആൻഡ് ജി ആർ ഇൻവേഴ്സസ് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇ റേസ് ടു എക്സും ലോഗ് എക്സും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ഇ റേസ് ടു ലോഗ് എക്സ് എക്സ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ ഓഫ് ഇ റേസ് ടു ലോൺ എക്സ് ക്യൂബ് into 1 by x raised to 4 plus 1 dx. It is e raised to ln x cube and x cube in it. It is x cube divided by x raised to 4 plus 1 dx. കഴിഞ്ഞു. ഇതിൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം x raised to 4ൻ്റെ ഡെറിവേറ്റീവ് ആണ് 4x cube. അപ്പോൾ ഇവിടെ ഒരു 4 എഴുതുക, അവിടെ ഒരു 1/4 എഴുതുക. It is 1/4 into താഴത്തെ ഡെറിവേറ്റീവ് മുകളിലാണെങ്കിൽ what is the answer? Log of denominator. It is log of x raised to 4 plus 1 plus c. മോഡ് ആവശ്യമില്ല, കാരണം x raised to 4 plus 1 എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട്. C is answer. Okay.